നിങ്ങൾ നിക്സൺ ഷോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? നിക്സൺ ഷോക്ക് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1971 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ അദ്ദേഹം ലോകത്തിന് മുന്നിൽ ഒരു തീരുമാനം അറിയിക്കുകയാണ്. ഇനി മുതൽ ഡോളർ നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരം നിങ്ങൾക്ക് ഗോൾഡ് ലഭിക്കില്ല എന്നുള്ളത്. അതായത് ഡോളറിന്റെ കൺവേർട്ടബിലിറ്റി എടുത്തു ഒഴിവാക്കി. അതിനു മുമ്പ് ഡോളറിലായിരുന്നു ഇന്റർനാഷണൽ ക്രയവിക്രയങ്ങളെല്ലാം നടന്നിരുന്നത്. അത് ബാക്ക്ഡ് ബൈ ഗോൾഡ് ആയിരുന്നു. നിങ്ങൾ ആ ഡോളർ ശേഖരിച്ചു വെക്കുന്നു, ആ ഡോളർ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാവുന്നതായിരുന്നു. അമേരിക്ക ഒരു ഡോളറിന് ഇത്ര എന്നുള്ള രീതിയിൽ ഓൾറെഡി അത് നിശ്ചയിച്ചു വെച്ചിരുന്നു. ഡോളറിന് എത്ര ഗ്രാം സ്വർണം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് നിർവചിച്ചു വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഗോൾഡ് വാങ്ങാവുന്നതായിരുന്നു. ഈ ഒരു സിസ്റ്റത്തെയാണ് അദ്ദേഹം വന്നിട്ട് നിർത്തലാക്കുന്നത്. അതിൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. അതിനുശേഷം നമുക്ക് കാണാവുന്നതാണ് ലോകരാജ്യങ്ങളിൽ ഡോളറിനോടുള്ള പ്രിയം കുറഞ്ഞുപോയി. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടായിരുന്നു ഇറാഖിൻ്റെ പ്രധാനമായിട്ടുള്ള ഓയിൽ കച്ചവടം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഡോളറിനെ ഒഴിവാക്കി യൂറോയിലാണ് അദ്ദേഹം വിനിമയം നടത്താൻ തീരുമാനിച്ചത്. ശേഷം സദ്ദാം ഹുസൈൻ്റെ ഡെസ്റ്റിനി നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. ആഫ്രിക്കയിൽ ഗദ്ദാഫി യൂണിഫൈഡ് ആഫ്രിക്കൻ കറൻസി കൊണ്ടുവരാനുള്ള എല്ലാ രീതിയിലുള്ള പ്ലാനുകളും ചെയ്യുന്നു. ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ യൂണിഫൈഡ് ആഫ്രിക്കൻ കറൻസി ആയിരിക്കും പിന്നീട് ഇന്റർനാഷണൽ ക്രയവിക്രയങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ പോകുന്നത്. ശേഷം ഗദ്ദാഫിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി ഇറാന്റെ കാര്യം എടുക്കാം. 2005 ഇറാൻ അവരുടെ പുതിയ സാമ്പത്തിക നയം പുറത്തിറക്കുന്നു. ഇറാൻ ഓയിൽ ബോസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അവർ പറയുന്നത് പ്രധാനമായിട്ടും അവരുടെ എണ്ണ കയറ്റുമതിക്കും മറ്റുമൊക്കെ അവർ യൂറോ യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. കാരണം യൂറോപ്യൻ യൂണിയനുമായിട്ടായിരുന്നു കൂടുതൽ അവർക്ക് ഇടപാടുണ്ടായിരുന്നത്. ശേഷം അമേരിക്കയുടെ ഇറാനുമായിട്ടുള്ള പോളിസി നിങ്ങൾ കണ്ടതാണ്. നിലവിൽ ആ സാഹചര്യങ്ങൾ നിങ്ങൾക്കിപ്പോഴും മനസ്സിലാക്കാവുന്നതാണ്. ഉപരോധങ്ങളാണ് അമേരിക്കയുടെ ആദ്യത്തെ ആയുധം. രണ്ടാമതാണ് അവരുടെ മിലിറ്ററി പവർ ഉപയോഗിക്കുന്നത്. ബ്രിക്സ് എന്ന നേഷന്റെ ഈ ഒരു കൂട്ടായ്മയും അവരുടെ തീരുമാനങ്ങളും അതേ രീതിയിൽ തന്നെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കുക.